ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോയി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഓരോരോ പടവുകൾ ചവിട്ടിക്കയറി ആ ഒരു രീതിയിലൊക്കെ നിൽക്കുമ്പോൾ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് ട്യൂൺ ചെയ്ത് ഒക്കെ നിർത്തുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്താ തലത്തിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഇല്ലാതാക്കി കളയുന്ന, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇല്ലാതാക്കി കളയുന്ന ചില സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിലുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷനും നല്ല മോട്ടിവേഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ദ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ഒന്ന് തുടങ്ങും. അപ്പോൾ അത് അവരുടെ ആ ഒരു ജനന സമയം മുതൽ ഉള്ള ആ ഒരു ജീവിതം വെച്ചിട്ട് അത് പലർക്കും പല സമയമാണ്. അപ്പോൾ ഒരു ജനിച്ചു വീണ കാലം മുതൽ നമ്മളൊരു 30-35 വയസ്സ് വരെയൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു അവേക്കനിങ് സ്റ്റേജിലൂടെയൊക്കെ പോകുന്ന രീതിയിൽ പുറത്തു വന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് പലരെയും കണ്ടുമുട്ടുമ്പോൾ സത്യങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ഒരു റിയലൈസേഷൻ ഒക്കെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം തീർന്ന് അടുത്ത ഘട്ടം തുടങ്ങുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഒരു പുതിയ വ്യക്തിയായി അല്ലെങ്കിൽ നമ്മളുടെ ഓൾഡ് വെർഷൻ മാറ്റിക്കൊണ്ട് ഒരു പുതിയ വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളിലുണ്ടാകുന്ന ഒരു തരത്തിലുള്ള അസുഖമൊന്നുമല്ല. നമ്മളുടെ ഉള്ളിലുള്ള ഇരിക്കുന്ന സോൾ എന്ന് പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഒരു അവസരം തരികയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത് അത്രയും ശക്തമാണ്. അപ്പോൾ അതിന് പല പല ജന്മത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അതിന് ഒരുപാട് അറിവുകൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് അതൊരു പോയിന്റർ പോലെ നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മളൊരു പുതിയ ഘട്ടം നമ്മളുടെ ജീവിതത്തിൽ തുടങ്ങുന്നതാണ് ഈ ഒരു അസെൻഷൻ അല്ലെങ്കിൽ ഒരു അവേക്കനിങ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കുള്ള നമ്മളുടെ ഒരു സഞ്ചാരം ഒക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ സ്പിരിച്വാലിറ്റി ഒക്കെ നമ്മൾ പതുക്കെ പതുക്കെ സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഉള്ളിൽ നിന്ന് എനിക്ക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഹൊപ്പോനോപോനോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ മെറ്റാഫിസിക്കൽ ആക്ഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചശക്തി എന്താണെന്നൊക്കെ ഒന്ന് അറിയണം, അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകണം എന്നൊക്കെയുള്ള ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ വരികയും അതിനനുസരിച്ച് നമ്മൾ ഒന്നും അറിയാത്ത അറിവില്ലാ പൈതലിനെ പോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ബുക്സോ ഒക്കെ ഒരു റാൻഡം സെർച്ച് പോലെ നമ്മളുടെ മുന്നിൽ ഒരു നോളജ് യൂണിവേഴ്സൽ ഫോഴ്സ് കൊണ്ടുതരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ എടുത്തു മാറ്റുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മളിൽ മാറ്റങ്ങൾ വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ വാലിഡേഷനോ അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിനോ അല്ലെങ്കിൽ ഒരു സമ്മതത്തിനോ വേണ്ടിയിട്ട് കാത്തു നിൽക്കാത്ത ഒരവസ്ഥ. അപ്പോൾ എല്ലാ സമയത്തും ഒരു 100 പേരെ എടുത്താണെങ്കിൽ 90-95 പേർക്കും മറ്റുള്ളവരെ ഒന്ന് പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടെ നമ്മുടെ കൂടെ നിന്ന് നിൽക്കണം. കോഡിപ്പെൻഡൻസി ഇഷ്യൂസ്, ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത്, ഒറ്റയ്ക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് എന്നൊക്കെയുള്ളൊരു രീതിയിൽ മറ്റുള്ളവരോടൊന്ന് ചോദിച്ചിട്ട് അവർ പറയുന്ന ഒരു കാര്യം കൂടെ വെച്ച് അവരുടെ ഡിസിഷനൊക്കെ വെച്ചിട്ട് നമുക്ക് 4 പേരോട് ചോദിച്ച് 4 പേര് 4 അഭിപ്രായം പറയുക, അതിന് അനുസരിച്ച് എൻ്റെ ഒരു ഡിസിഷനും കൂടെ എടുത്ത് പിന്നെ അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നിലകൊണ്ട് നിൽക്കുന്ന ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു പടവുകളെല്ലാം ചവിട്ടി കയറുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഹൈ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഷാർപ്പ് ഇൻഡ്യൂഷൻ, ആ ഒരു രീതിയിൽ നമ്മൾക്ക് മുന്നിലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇൻഡ്യൂട്ടീവ് ലെവലിൽ നമുക്കൊരു തോന്നലുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ സോൾ ലെവലിൽ സോൾ നമ്മളോട് കമ്മ്യൂണിക്കേഷൻ നടത്തുക.
ആ ഒരു രീതിയിൽ നമ്മൾ ഡിസിഷൻ എടുത്തുകൊണ്ട് മറ്റുള്ളവരടുത്തൊന്നും ചോദിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നാൽ അതിന് അത്രയും പെർഫെക്ഷൻ കിട്ടില്ല. കാരണം ഇത് എൻ്റെ ഒരു കാര്യം, എൻ്റെ ഒരു മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി, അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി അത് ഒരു 80-85% നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ നോർമലി നമുക്കറിയാം നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ല കാര്യങ്ങളാണെങ്കിൽ അതിൽ ആരും അത്രയും നമ്മളെ പ്രൈസ് ചെയ്യുകയോ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ നല്ലതായിരുന്നു ഇനി കൂടുതൽ ചെയ്യണം എന്ന് അങ്ങനെ ഒരുവിധം ആളുകളൊന്നും നമ്മളോട് പറയില്ല. എങ്ങനെയായാലും നമ്മളെ താഴേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ നടത്താറുള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുകയും അല്ലെങ്കിൽ ആ ഒരു വാർത്ത എല്ലാവരും അറിയുമ്പോൾ നമ്മളെ ആരും അംഗീകരിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്തോരു നന്നായിട്ടൊക്കെ ചെയ്തതാണ്, പക്ഷേ ആരും അത് അറിഞ്ഞില്ല, ആരും അത് അംഗീകരിച്ചില്ല എന്നുള്ളൊരു ഈഗോ മൈൻഡ് സെറ്റിൽ വളരെ നെഗറ്റിവിറ്റി നമുക്ക് തോന്നുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു പടവുകളൊക്കെ ചവിട്ടി കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരൻ എവിടെ കുടിയിരിക്കുന്നു? എൻ്റെ ഉള്ളിലാണ് കുടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തുമ്പോൾ ആ ഒരു ഇൻഡ്യൂട്ടി ലെവലിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓരോ തോന്നലുകൾ നമുക്ക് തോന്നിപ്പിക്കുമ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു ലൈഫിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടൊക്കെ നമ്മളെ അനുവദിക്കുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ ആ ഒരു വാലിഡേഷനോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ ഒന്നും വേണ്ടാത്ത രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും മറ്റുള്ളവരുടെ ആ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് പ്രൈസ് ചെയ്ത് ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെറ്റീരിയൽ അബണ്ടൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ അറ്റാച്ച്മെൻറ്റ്സ്, അഡിക്ഷൻസ് എല്ലാം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ പൂർണ്ണമായും തിരസ്കരിക്കുക അല്ലെങ്കിൽ അതെല്ലാം ലെറ്റ് ഗോ ചെയ്ത് പോകുന്ന ആ ഒരു രീതിയിൽ നമ്മളുടെ ഹൃദയത്തിനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓപ്പൺ ആക്കി വയ്ക്കുക. അപ്പോൾ പണമില്ല അല്ലെങ്കിൽ ധനമില്ല അല്ലെങ്കിൽ കൂട്ടുകാരില്ല അല്ലെങ്കിൽ വീട്ടുകാരില്ല അല്ലെങ്കിൽ നല്ലൊരു ജോലിയില്ല, നല്ലൊരു വീടില്ല എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളിങ്ങനെ നെഗറ്റിവിറ്റിയുടെ മുകളിൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ സമൂഹമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് എനിക്ക് എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യം മാറിയിട്ട് ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടി സ്പിരിച്വൽ ലെവലിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന ആളുകൾക്കെല്ലാം ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്, എൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ് എന്താണ്, എൻ്റെ പാഷൻ എന്താണ്, എൻ്റെ ഗോൾസ് എന്താണ്, എങ്ങനെയാണ് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അതിലേക്കൊക്കെ പോയിന്റ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി അറിയുകയും അങ്ങനെ നമ്മൾ ഈ മെറ്റീരിയൽ അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് പോവുകയും ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിലൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇന്ന രീതിയിൽ വേണം, ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള ആൾ ഇങ്ങനെ എൻ്റെ കൂടെ വേണം, ഈ രീതിയിൽ എങ്ങനെ വേണം, എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ അവർ എത്തണം, എപ്പോഴും എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന രീതിയിൽ ഒരു പൊസസീവ് നേച്ചറിൽ അവരെൻ്റെ കൂടെ വേണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ അത് വളരെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ് തരുന്നതെന്നുള്ള വലിയ റിയലൈസേഷൻ നമ്മൾ എത്തിക്കൊണ്ട് ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്, ഞാൻ എന്തെല്ലാമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ആ പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഒരു സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പോകുമ്പോൾ എനിക്ക് ആപ്റ്റായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് എത്തും എന്നുള്ള ഒരു വലിയ റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളൊരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ മറ്റൊരു വശത്തിലൂടെ നമ്മൾ നോക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് നമ്മളങ്ങ് മാറുമ്പോൾ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഇല്ല, കൺട്രോളിങ് ഇഷ്യൂസ് ഇല്ല, പൊസസീവ്നെസ് ഇല്ല, ആരോടും അത്തരത്തിലുള്ള ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു ഒബ്സഷൻ അല്ലെങ്കിൽ ആ ഒരു അഗ്രഷൻ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ലാതെ നമ്മളുടെ ഇൻറ്റേർണൽ ട്രോമാസ് അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് വൂൺസ് അതെല്ലാം നമ്മൾ ഹീല് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് നമുക്ക് എപ്പോഴും അറ്റാച്ച്മെൻറ്റ് എപ്പോഴും പ്രപഞ്ചശക്തിയോട് മാത്രമായതുകൊണ്ട് നമ്മളെ ഒന്ന് അറിയാനും നമ്മളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഈ മെറ്റീരിയൽ അബണ്ടൻസ് നമുക്കൊന്നും തരുന്നില്ല. എപ്പോഴും അതൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്ത് നിന്നാൽ, അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യവുമായിട്ട് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്ത് നിന്നാൽ, നമ്മൾക്ക് അപ്പോഴപ്പോഴും നമുക്ക് ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ആ ഒരു പ്രപഞ്ചശക്തി നമ്മൾക്ക് തരും എന്നുള്ള ആ ഒരു വിശ്വാസം, അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ആ ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറുകയും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ആ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റീവ് നേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക, അല്ലെങ്കിൽ എടുത്തു കളയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. കൺട്രോളിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പ്രായത്തിന് തൊട്ട് താഴെ നിൽക്കുന്നവർ എല്ലാവരും എനിക്കൊരു സ്ലേവ് കാറ്റഗറിയിൽ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും ആ ഒരു പ്രായത്തിന് താഴേക്ക് നിൽക്കുന്ന, ഇവനൊരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും വരുമ്പോൾ എന്നെക്കാട്ടിയും കുറച്ച് താഴെയാണ്, ചിലപ്പോൾ പ്രായം കൊണ്ട്, ചിലപ്പോൾ യോഗ്യത കൊണ്ട്, അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ട്, ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു പഠിത്തം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ്, ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ആദ്യം അവരെ കാണുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ ഒരു മാച്ചിങ് കൃത്യമായി നോക്കിയിട്ട് അവരുടെ മുകളിലൊരു ഡോമിനേറ്റീവ് നേച്ചറിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയും, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളുടെ ഈ കൺട്രോളിങ് ഇഷ്യൂസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങ് എടുത്തു മാറ്റിക്കൊണ്ട്, എല്ലാ ഭൂമിയിലെ എല്ലാ ചരം അചരം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയുടെ കുഞ്ഞുങ്ങളാണെന്നും, എല്ലാവരുടെയും സുപ്രീം പേരന്റ് എന്ന് പറയുന്നത് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് ആണെന്നും, എല്ലാം ഒന്നിൽ നിന്ന് ഒന്നിൽ വ്യത്യസ്തമായിരിക്കുന്നുവെന്നും, ഒരു താമരപ്പൂ എടുത്താൽ അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ആ ഒരു ഭംഗി, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ വേറെ ഒന്നിനും കഴിയില്ല എന്നുള്ളൊരു അതിൻ്റെ ഒരു യുണീക്നെസ്, അതുപോലെ നമ്മളുടെ കൂടെ നിൽക്കുന്ന നാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, അല്ലെങ്കിൽ സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും വ്യത്യസ്തമായിരിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡോമിനേറ്റീവ് നേച്ചർ വേണ്ട. ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും സഹായം തേടാൻ വരുന്നെങ്കിൽ പറ്റുമെങ്കിൽ സഹായം ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അവരുടെ സമയം നഷ്ടപ്പെടുത്താതെ അവരെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി അവരെ വിട്ട് അവരെ ഒഴിച്ചു വിടുക, അല്ലെങ്കിൽ എനർജി വാമ്പേഴ്സ് ആ ഒരു രീതിയിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യാനാണ് വരുന്നതെങ്കിൽ അവിടെ നിന്നും നമ്മളുടെ എനർജി പ്രിസർവ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഈ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളങ്ങ് എടുത്തു മാറ്റുമ്പോൾ, എല്ലാം ആ ഒരു പ്രപഞ്ചശക്തിയാണ്, പ്രപഞ്ചശക്തിയുടെ കൺട്രോളിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതെന്ന് ഉള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമുക്കൊരു കൊച്ചു കുഞ്ഞ് വന്ന് തന്നെ 3 വയസ്സുള്ളൊരു കുട്ടി വന്നെന്ന് മൊബൈൽ എടുത്തു വെച്ച് ഇന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇവനെല്ലാം അറിയാം എന്നുള്ളൊരു ഈഗോ നമ്മളിൽ തോന്നാതെ, ആ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ബുദ്ധിയും വൈഭവവും ഒക്കെ അവൻ്റെ കൂടുതൽ വളർച്ചയ്ക്കും ഇതുപോലെ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു തലം എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു കൺട്രോൾ എന്നുള്ള രീതിയിൽ കൺട്രോളിങ് ഇഷ്യൂസ് എന്ന് പറയുന്ന സംഭവം എടുത്തു മാറ്റുമ്പോൾ നമുക്ക് തൊട്ട് അടുത്ത് നിൽക്കുന്ന ബന്ധങ്ങളിൽ അടുത്ത് നിൽക്കുന്നതായാലും അകന്നു നിൽക്കുന്നതായാലും ഒരു അപരിചിതനാണെങ്കിലും നമുക്ക് അവരോട് യാതൊന്നും ഇല്ല, ദേഷ്യമില്ല, വെറുപ്പില്ല, കുശുമ്പില്ല, അസൂയയില്ല, യാതൊരു കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് എല്ലാ സമയവും നമ്മളുടെ എനർജി വളരെ സ്റ്റേബിൾ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബാലൻസിങ് മോഡിൽ വളരെ സമാധാനത്തോടു കൂടി ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾ ഓരോ ദിവസം ഓരോ സമയത്ത് നമ്മൾ കണ്ടുമുട്ടുകയും ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ചിലർ അത് വളരെ സന്തോഷം തരും, ചിലർ വളരെ ദുഃഖം തരും, ചിലർ നമ്മളൊരു പടുകുഴിയിലേക്ക് തള്ളിയിടും, ചിലർ പടുകുഴിയിൽ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് നമുക്കൊന്ന് എഴുന്നേൽക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള ബന്ധങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും എന്തിനായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൺ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലചക്രം ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും കുറച്ച് സമയത്തേക്ക്, ഒരുപാട് സമയത്തേക്ക്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലേക്കൊക്കെ ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ വരികയും പിന്നെ ഒരു സമയം കഴിയുമ്പോൾ അവർ നടന്നു നീങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അതിനെല്ലാം ആ ഒരു നമ്മളുടെ ആ ഒരു ആത്മാവെന്ന് പറയുന്നത് പല ജന്മത്തിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ്.
പക്ഷേ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുന്ന ആളുകൾ അവരവരുടെ ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ വരുന്നതും ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയുമ്പോൾ അതൊരു ടോക്സിസിറ്റിയാണ് എനിക്ക് തരുന്നതെന്നും എത്രയും വേഗം ഇതിൽ നിന്ന് മാറിപ്പോകണം, അതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആ ഒരു രീതിയിൽ അവരിൽ നിന്ന് കിട്ടി ചെയ്യുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ എനർജി വളരെ പരിശുദ്ധമായിട്ട് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് അത്രയും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നായതുകൊണ്ട് പല ആളുകളും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ എൻ്റെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ചൂഷണം ചെയ്യാനും നശിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനിപ്പുലേഷൻസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള നമ്മളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റീസ് ആ ഒരു രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവ സവിശേഷത നമ്മൾ ആർജിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സ്വഭാവം. സാധാരണ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ എല്ലാവരെയും നമുക്ക് വേണ്ടേ, അവരങ്ങ് പോയാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് പെയിൻഫുൾ സിറ്റുവേഷൻ, പിന്നെയും പെയിൻഫുൾ സിറ്റുവേഷൻ, പിന്നെ യൂണിവേഴ്സൽ ഫോഴ്സ് കൊടുക്കുന്ന ടെസ്റ്റ്, അതിനനുസരിച്ച് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, ഇതെല്ലാം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാറി സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് കാർമിക് സിറ്റുവേഷനാണ്, എനിക്കിത് ഡീൽ ചെയ്യേണ്ട, എനിക്കിത് വേണ്ട, ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും നടന്ന് നീങ്ങാനുള്ള ഒരു സ്വഭാവ സവിശേഷത ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാവർക്കും ഉള്ള ഒന്നാണ് ഒതൻറ്റിക് സെൽഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ റിയൽ മീ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒതൻറ്റിക് സെൽഫ് അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥമായ ഞാൻ എന്ന് പറയുന്നതിനെ പൂർണ്ണമായും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പം അത് മറ്റുള്ളവരുടെ മുന്നേ നടന്നുപോയ ആളുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ മുന്നിൽ നമ്മൾക്കൊരു ബഹുമാനക്കുറവ് അല്ലെങ്കിൽ ഒരു അഹങ്കാരി അല്ലെങ്കിൽ ഒരു തൻ്റേടി എന്നൊക്കെയുള്ള രീതിയിലൊരു മുദ്ര വേണ്ട എന്ന് കരുതി അവരെന്ത് കാര്യങ്ങൾ പറയുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമ്മുടെ വ്യൂസ് ഒന്ന് തുറന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ വളരെ വിഷമിച്ചുകൊണ്ട് എന്നാൽ പുറമേ ചിരിച്ചുകൊണ്ട് ഒക്കെ ആ ഒരു സിറ്റുവേഷൻ നിന്നുകൊണ്ട് വളരെ പീപ്പിൾ പ്ലീസറെ പോലെ നിന്ന് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷനാണ് 100-90 പേരെ നോക്കിയാൽ. പക്ഷെ ഉള്ളിലിരുന്ന് നമ്മളുടെ ആ ഒരു ആത്മാവ് ഇരുന്ന് അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ തലം ചോദിക്കും, എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ പെർഫോം ചെയ്തില്ല, എന്തുകൊണ്ട് നമ്മളുടെ ആ ഒരു വ്യൂസ് അല്ലെങ്കിൽ ഐഡിയാസ് അവിടെ തുറന്നു പറഞ്ഞില്ല, അങ്ങനെ തുറന്നു പറഞ്ഞെങ്കിൽ നമ്മൾക്കൊരു വില കിട്ടില്ലായിരുന്നോ, അല്ലെങ്കിൽ ഒരു മതിപ്പ് കിട്ടില്ലായിരുന്നോ, ഇത്രയും വലിയൊരു ചൂഷണത്തിന് ഇരയാകുമായിരുന്നോ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ പറ്റി ഒരു കൺസെപ്റ്റ് മാറില്ലായിരുന്നോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ടഗ് ഓഫ് വാർ ഓരോ ഓപ്പർച്യൂണിറ്റി കഴിയുമ്പോൾ നടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതായി പോകുമ്പോൾ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകൾ അവരുടെ ഒതൻറ്റിക് സെൽഫ് അല്ലെങ്കിൽ റിയൽ മീ എന്താണ് എന്നുള്ള രീതിയിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ അവരുടെ ആ ഒരു ഡ്യൂട്ടി ലെവലിൽ എന്ത് തോന്നുന്നോ അതവർ പറയും. അപ്പോൾ അവർ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി വളരെ ബാലൻസ്ഡ് ആണെന്ന് മാത്രമല്ല നമ്മളുടെ എനർജി ഒരിക്കലും ഡ്രെയിൻ ആവുന്നില്ല, നമ്മളുടെ എനർജി ഒരിക്കലും ഡിസ്റ്റോർട്ടഡ് ആവുന്നില്ല. എപ്പോഴും വളരെ സ്റ്റേബിളായി നിന്നുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനും ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനും ഇതുപോലത്തെ വ്യൂസ് എല്ലാം തുറന്നു പറയാനും അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് വളരെ ഉയരാനും നമ്മൾക്ക് ഭയം എന്ന് പറയുന്ന ഒന്നില്ലാതെ ആ ഒരു പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു പീപ്പിൾ പ്ലീസർ എന്നുള്ള ആ ഒരു മോശപ്പെട്ട സ്വഭാവത്തിനെയാണ് ക്വിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് മാറ്റി പുതിയൊരു രീതിയിലേക്കാണ് സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകൾ മാറ്റുന്ന വേറൊരു സ്വഭാവ സവിശേഷത. പിന്നെയുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ മരണത്തിനോട് ഭയമില്ലാത്തൊരവസ്ഥ. അപ്പോൾ എല്ലാ ആളുകളും സ്വത്തുള്ളവരാണെങ്കിലും സ്വത്തില്ലാത്തവരാണെങ്കിലും പുറമേ അല്ലെങ്കിൽ ജനറലായിട്ട് ആളുകൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മരിക്കാൻ പേടിയാണ്. മരണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി കിടക്കയിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിലും മക്കളെല്ലാം പിടിച്ച് എല്ലാവരും എൻ്റെ അടുത്ത് വേണേ, എനിക്കെപ്പോഴും ഒന്ന് കണ്ടുകൊണ്ടിരിക്കണേ, ഞാൻ എന്തെങ്കിലും ഒരു ആപത്തോ അല്ലെങ്കിൽ അസ്വസ്ഥത വരുമ്പോൾ എല്ലാവരും ഒന്ന് ഓടി വരണേ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് മരിക്കാൻ പേടിയാണ്.
അല്ലെങ്കിൽ സ്വത്തുവകകളെല്ലാം ഉണ്ടാക്കി അത് മക്കൾക്കൊന്നും കൊടുക്കാതെ ഇങ്ങനെ വെച്ചിട്ട് അത് മരണം കഴിഞ്ഞിട്ട് എൻ്റെ മരണം കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിൽ തെറ്റായ രീതിയിൽ കൊണ്ടുപോകുന്നൊരു ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകൾക്ക് മരണം എന്ന് പറയുന്നതിനെ അവർ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ആവുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വിരമിക്കൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് ഒരു അസെൻഷൻ അല്ലെങ്കിൽ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഇവോൾവിങ് എന്നുള്ള രീതിയിൽ അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു പാത നമ്മൾ വെട്ടിത്തെളിച്ച് പോവുകയാണ് എന്ന് പറയുന്നത് പോലെ മരണം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മളുടെ ശരീരം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു തലത്തിന് മാത്രം മരണം സംഭവിക്കുകയും സോൾ എന്ന് പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് എനർജി അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പുതിയ ഒരു തലത്തിലേക്ക് ഉയർന്ന് ചിലപ്പോൾ പ്രപഞ്ചശക്തിയുമായിട്ട് അലിഞ്ഞു ചേർന്ന് ആ ഒരു രീതിയിൽ നിലകൊണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ പുതിയ ജന്മം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ആ ഒരു സന്തോഷമാണ് സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നവർക്ക് മരണത്തിനെ കുറിച്ച്. അപ്പോൾ ദിവസം ഒരു 25-30 തവണയൊക്കെ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു പ്രപഞ്ചശക്തിയുടെ പാദങ്ങളുടെ അടുത്ത് അങ്ങനെ ഇരിക്കണം, സറണ്ടറിങ് മോഡിൽ അങ്ങനെ ഇരിക്കണം. എപ്പോഴും ആ ഒരു പ്രപഞ്ചശക്തിയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങൾ കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളാക്കിക്കൊണ്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണെങ്കിൽ അവർക്ക് മരണം എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഒരു പറയും മരണം കഴിയുമ്പോൾ എനിക്ക് ആ ഒരു ആത്മീയ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് എനർജി ആയിട്ട് പ്രപഞ്ചശക്തിയുടെ അടുത്തിരിക്കാം, ആദിപരാശക്തിയായ അമ്മയുടെ പാദങ്ങളുടെ അടുത്ത് അങ്ങനെ ഇരിക്കാം, അതിലും വലിയൊരു സന്തോഷം പിന്നെ വേറെ ഇല്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ സ്പിരിച്വൽ പാത്തിലൂടെ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളിൽ ക്വിറ്റ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒരു സങ്കടം എന്ന് പറയുന്നതാണ് മരണത്തിൻ്റെ വേറൊരു വെർഷനിലൂടെ നമ്മൾ കാണുക. പിന്നെ നമ്മൾ സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ നമ്മൾ മാറ്റിക്കളയുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്. ഒരു പരിധിയോ അല്ലെങ്കിൽ ഒരു നോംസ് ആൻഡ് കണ്ടീഷൻസോ ഒന്നും വെക്കാതെ ഭൂമിയിലുള്ള സകല ചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള നമ്മളുടെ തുറന്ന ചിന്താഗതിയും തുറന്ന മനസ്സും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണം. അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്തിരി പണം കൂടുതൽ കിട്ടി, നല്ല കാര്യം. അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരാൾക്ക് സുഖമില്ലാതിരുന്ന അസുഖം മാറി, വളരെ നല്ല കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അവർ ആ ഒരു കുശുമ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ തന്നെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിനകത്ത് നിർത്താതെ എല്ലാത്തിനോടും വളരെ അൺകണ്ടീഷണലായിട്ട് എന്നുവെച്ചാൽ പ്രപഞ്ചശക്തി ഒരു നോംസ് ആൻഡ് കണ്ടീഷനും വെക്കാതെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മളെ വാച്ച് ഓവർ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട്, വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കൂടുതലും അവെയറല്ല. നമ്മളുടെ ജീവിതത്തിൽ നിന്നൊന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയ്യോ എന്നാലും അത് പോയല്ലോ, എന്നാലും ഞാൻ 100 വട്ടം ഈശ്വരനെ വിളിച്ചിട്ട് എന്തേ എനിക്കത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറയുമ്പോൾ പ്രപഞ്ചശക്തിക്ക് അറിയാം അത് നഷ്ടപ്പെട്ടാലേ അതിനും വളരെ മനോഹരമായിട്ടുള്ള നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നഷ്ടപ്പെടുത്തിയതെന്നുള്ളത് പ്രപഞ്ചശക്തിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ഗോ വിത്ത് ദ ഫ്ലോ ആ ഒരു രീതിയിൽ വളരെ പോസിറ്റീവായിട്ടും വളരെ പവർഫുള്ളായിട്ടും പ്രപഞ്ചശക്തിയോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.